വേടന്റെ ചിത്രം വാങ്ങിയിട്ടേ ഇങ്ങനെ പാർട്ടി ഓഫീസിൽ വെക്കണം കേട്ടോ. താടിക്കാരുടെ കൂടെ കുറെ താടിക്കാരുടെ കൂടെ താടിയില്ലാത്ത വേടന്റെ ചിത്രവും വെച്ചാൽ ഗംഭീരമാകും കേട്ടോ, ഗംഭീരമാകും. നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ വേടനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയ ഒരു പെൺകുട്ടിയുടെ കഥന കഥ നിങ്ങൾക്ക് ഓൺലൈനിൽ വായിക്കാം കേട്ടോ. കേരളീയം ഓൺലൈൻ വീക്ക്ലി. വേടന്റെ കൂട്ടുകാരോട് എന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും വേടന്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി അവൻ തന്നെ അവതരിപ്പിക്കുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറുപടിയായി ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്കും മറ്റൊരു വശമുണ്ട് എന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചതിനും അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കുന്ന പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും എനിക്ക് താല്പര്യമില്ല, എനിക്ക് കഴിയുകയില്ല എന്ന് പലകുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പെൺകുട്ടി പറയാണ് വേടൻ തന്നെ ബലാത്സംഗം ചെയ്തത് തന്നോടുള്ള പക തീർക്കാനാണ്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് കാമപൂർത്തീകരണത്തിനല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. വേടൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് ആ പെൺകുട്ടിയോടുള്ള വിരോധം തീർക്കാൻ. എന്തിന്? വേടന് വേടന്റെ അമ്മയെ തെറി പറയാം. വേടന്റെ അമ്മയെ തെറി പറയുമ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് അങ്ങനെ പറയരുത്, അവർക്ക് മറ്റൊരു വശമുണ്ട്, അവർക്ക് നല്ലൊരു വശമുണ്ട് എന്ന് പെൺകുട്ടി പറയുമ്പോൾ പെൺകുട്ടിയോട് ദേഷ്യം തീർക്കാൻ അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് വേടൻ. എന്നിട്ട് അവൾക്ക് നടക്കാൻ പറ്റാതായത്രേ. ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് നടക്കാനാവാതെ പോയ പെൺകുട്ടിയുടെ നിങ്ങൾ ആലോചിക്കണം ആ ഒരു ട്രോമ കേട്ടോ. മാനസികമായ ട്രോമയല്ല ഇത്, ശാരീരികമായ അവശത. അത് കഴിഞ്ഞിട്ട് എന്റെ ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തു എന്ന് സുഹൃത്ത് വട്ടങ്ങളിൽ ആണഹന്തയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരാളെ ഏത് തരത്തിൽ കാണാമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരരുത്. അത് കഴിഞ്ഞിട്ട് വേടൻ പോയിട്ട് വേടന്റെ സുഹൃത്ത് സദസ്സുകളിൽ പറയുകയാണ്, ഞാൻ അവളെ ഞൊണ്ടി നടക്കുന്ന പരുവത്തിലാക്കിയടാ, ഞാൻ അവളെ ഞൊണ്ടി നടക്കുന്ന പരുവത്തിലാക്കി. അങ്ങനെ തന്നെ അമ്മാതിരി ക്രൂരനാണ്, അമ്മാതിരി ക്രൂരനായ പെൺവേട്ടക്കാരനാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ, മറ്റേ പൊന്നാട് താർത്തി കൊടുത്ത പൊന്നുമോൻ കേട്ടോ. എങ്ങനെയുടെ അന്തം കമ്മികളെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPM-കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? സ്ത്രീ പീഡകനെ പൊന്നാട ചാർത്തുന്ന പാർട്ടി സെക്രട്ടറി, ഇയാളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറി. വേടൻ അന്നത്തെ പ്രശ്നത്തിന് ശേഷം മാറിയല്ലോ എന്ന് ചോദിക്കുന്നവരോട് കഴിഞ്ഞ മാസവും താൻ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ വ്യക്തിയോട് വളരെ മോശമായി ഇവൻ പെരുമാറിയതായും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതായും വളരെ ക്യൂർ പ്രോബ്ലം കമന്റ്സ് പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും എത്ര സ്ത്രീകൾ ഇതുപോലെ നേരിടേണ്ടി വരുമെന്ന് അറിയില്ല. ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നത് അവൻ പറയുന്ന രാഷ്ട്രീയവും കലയും നൽകുന്ന അധികാരവും ആരാധക വൃന്ദവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടി പറയാണ് അതിനുശേഷവും വേടൻ നിരവധി സ്ത്രീകളെ വീണ്ടും പീഡിപ്പിച്ചു. ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നത് അവന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ബലം കൊണ്ടാണ് എന്ന് ഈ പെൺകുട്ടി പറയുകയാണ് കേട്ടോ. ഏതാ രാഷ്ട്രീയ ബലം? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ ബലം. മനസ്സിലായില്ലേ? അപ്പൊ CPM എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന, സ്ത്രീ പീഡകന്മാരോടൊപ്പം നിൽക്കുന്ന PT കുഞ്ഞുമുഹമ്മദ് ആവട്ടെ, വേടനാവട്ടെ, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന CPM. ഈ CPM ആണ് മൂന്നാം വട്ടവും വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു വരേണ്ടത്. സ്ത്രീകൾ ചൂലല്ലേ എടുക്കുക, ചൂലിന് പകരം ചമ്മട്ടിയെടുത്ത് നിറും തലക്കായിരിക്കും അടിക്കുക കേട്ടോ. ഇത്രയ്ക്കും നാണം കെട്ടവർ, ഇത്രയ്ക്കും ക്രൂരന്മാർ, ഇത്രയ്ക്കും നെറികെട്ടവന്മാർ ഈ ലോകത്ത് വേറെയുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആവേശം കൊള്ളുന്നു എന്ന് പലരും ചോദിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ ഞാനെന്താ ചിരിച്ചുകൊണ്ട് പറയണം? വേണം. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ നീറിപ്പടയുന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് കേട്ടോ. ഞൊണ്ടി നടക്കേണ്ടി വന്ന പെൺകുട്ടി കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. പക തീർക്കാൻ വേണ്ടി ബലാത്സംഗം ചെയ്യുക, കേട്ടിട്ടുണ്ടോ? പക തീർക്കാൻ, ഒരു പെണ്ണിനോടുള്ള പക തീർക്കാൻ അവളെ ബലാത്സംഗം ചെയ്തിട്ട് കരുത്തനാണ് വേടൻ, കരുത്തനാണ്. ശ്രീമതി ടീച്ചറുടെ യന്ത്രമൊക്കെ കൊണ്ടുപോയാൽ യന്ത്രം പൊട്ടിപ്പോകും. അമ്മാതി കരുത്തുള്ള വേടൻ ആ പെൺകുട്ടിയെ ഓർക്കാൻ വയ്യ, നമുക്ക് ഓർക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ ഹിരൺദാസ് എന്ന് പറയുന്ന കഞ്ചാവോളിക്കെതിരെ, ഹിരൺദാസ് എന്ന് പറയുന്ന ലഹരി മാഫിയക്കാരനെതിരെ, ഹിരൺദാസ് എന്ന് പറയുന്ന സ്ത്രീ പീഡകനെതിരെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം അയാൾ വലിയവനാണ്, അയാൾക്ക് CPM-ന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അയാൾ ഇന്ന് കേരളത്തിലെ മഹാനാണ്, കേരളത്തിലെ എഴുത്തുകാരനാണ്, കേരളത്തിലെ കവിയാണ്.
ഈ പെൺകുട്ടി പേടിച്ചുപോയി അല്ലേ? ഈ പെൺകുട്ടിക്ക് പൊതുസമൂഹത്തോട് പറയാൻ, ഈ പെൺകുട്ടി എങ്ങാനും വന്ന് വേടൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ പെൺകുട്ടിയെ കല്ലെടുത്ത് ഓടിക്കും. വേടൻ, ഞങ്ങളുടെ വേടൻ നിന്നെ പീഡിപ്പിച്ചാൽ നീ ഇങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ? വേടൻ ഇനിയും പീഡിപ്പിക്കും. വേടൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ആളാണ്. പീഡിപ്പിച്ച് 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 ഈ നാട്ടിൽ വിപ്ലവം വരുത്തുന്ന ആളാണ് വേടൻ എന്നൊക്കെ ഇവർ പറഞ്ഞു പറയും ഇവര്. അതാണല്ലോ ഗോവിന്ദ മാഷ് ചെയ്തത്. ഗോവിന്ദ മാഷ് വേടനെ പൊന്നാടി അടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേടാ പോയി ബലാത്സംഗം ചെയ്യണമോല്ലേ, ഞാനുണ്ടടാ നിനക്ക് എന്ന് ഗോവിന്ദൻ പറയുകയാണ്. നീ ബലാത്സംഗം ചെയ്തു വാടാ, ഞാൻ നിന്നെ ഇനിയും പൊന്നാടി അണിയിക്കാം, നിനക്ക് ഇനിയും ലക്ഷങ്ങൾ തന്നുകൊണ്ട് നിന്റെ ഗാനങ്ങൾ അവതരിപ്പിക്കാം, നിന്റെ റാപ്പ് അവതരിപ്പിക്കാം, അടുത്ത തവണയും നിനക്ക് ഏറ്റവും മികച്ച സംഗീത രചയിതാവിനുള്ള അവാർഡ് തരാം, പോയി പീഡിപ്പിക്കടാ എന്ന് ഗോവിന്ദൻ പറയുകയാണ്. ജനലക്ഷങ്ങളുടെ മുന്നിൽ നിന്നാണ് പൊന്നാട എണീക്കുന്നത്. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. 24 വൈകാണ്ടേ ഗോവിന്ദൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് പാവം പെൺകുട്ടി പറയുന്നത്, വേടനെതിരെ ഒന്ന് നിൽക്കാൻ പോലുമുള്ള സാമൂഹികമായ ഒരു ധൈര്യം എനിക്കില്ല. CPM-ന്റെ ഒരു പരിപാടിയിലും ആളുകളെ കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ ബംഗാളിൽ നിന്ന് ഇവിടെ പാവം പൊറാട്ടടിക്കാൻ വന്ന ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പിണറായിക്ക് സിന്ദാബാദ് വിളിച്ച പാർട്ടിയാണ്. അവൻ പിണറായിക്ക് സിന്ദാബാദ് വിളിക്കാൻ വരെ ബംഗാളിൽ നിന്ന് ആളെ ഇറക്കണം. ബംഗാളിൽ നിന്ന് ആളെ ഇറക്കണ്ട, ബംഗാളിലെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് സിന്ദാബാദ് വിളിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ഇവരുടെ ഒരു പരിപാടിക്ക് ആളെ കൂട്ടാൻ എന്തൊരു ഹാപ്പിയസ്റ്റ് എന്തൊരു പ്രോഗ്രാമാണ് കണ്ണൂരിൽ നടന്ന എന്തൊരു പ്രോഗ്രാം, CPM-ന്റെ പരിപാടി. അപ്പൊ ഇതില് വേടനെ പാടിപ്പിച്ചു. ഇവര് വലിയ എന്താണ് സ്ത്രീ സംരക്ഷകരാണെന്നാ പറയുന്നത്, സ്ത്രീ സംരക്ഷകർ. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരേ ഒരു സ്ത്രീ പീഡകനേ ഉള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടമാണ്. അതാണ് ഇവരുടെ CPM-ന്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ആകെ ഒരൊറ്റ ആണിന് മാത്രമേ പെണ്ണിനെ പീഡിപ്പിക്കാനുള്ള തീവ്രത ഉള്ളൂ എന്നാണ് ശ്രീമതി ടീച്ചറുടെയും ബാലന്റെയും യന്ത്രം പറയുന്നത്. CPM-ന്റെ സഖാക്കൾക്ക് ഏത് പെണ്ണിനെ വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ പീഡനം നടക്കൂല. PT കുഞ്ഞു മുഹമ്മദ് തന്നെ പീഡിപ്പിച്ചു എന്ന് ആശാച്ചി ജോസഫ് പിണറായി വിജയന് ഇമെയിൽ അയച്ച് 14 ദിവസത്തേക്ക് പിണറായി വിജയൻ അതിന്റെ മേലെ ഒരു നടപടി എടുത്തില്ല. കാരണം പിണറായി വിജയൻ അറിയാം PT കുഞ്ഞു മുഹമ്മദിനെ പീഡിപ്പിക്കാൻ പറ്റൂല, ഇയാൾക്ക് അതിനുള്ള ഒരു ആംബിയർ ഇല്ല, തീവ്രത ഇല്ല. പിന്നെപ്പോ വെറുതെ പോലീസിൽ കൊടുക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് പിണറായിയെ കുറ്റപ്പെടുത്തേണ്ട. ആശാച്ചി ജോസഫ് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിലും പിന്നെ എല്ലാ ചാനലുകളിലും വന്നിരുന്നുകൊണ്ട് പിണറായി വിജയൻ ഇതിൽ വേണ്ടത്ര ഗൗരവം എടുത്തില്ല എന്ന് പറയുന്നു. ഗൗരവം എടുക്കാത്തത് കൊണ്ടല്ല, കാരണം ആരൊക്കെ സഖാക്കളുണ്ടോ സഖാക്കൾക്ക് ഇമാതിരിയുള്ള പരിപാടിയൊന്നും ചെയ്യാൻ സഖാക്കൾക്ക് ആവൂല. കാരണം അത് പണ്ടേ ശ്രീമതി ടീച്ചറും ബാലും തെളിയിച്ചതാണ്. PK ശശിയുടെ കാര്യത്തില്, P ശശിയുടെ കാര്യത്തില് എപ്പോ CPM-ൽ വരുന്നോ അതോടുകൂടി ഇവരുടെ ലൈംഗിക ആസക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പുതിയ തിയറി. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്, PT കുഞ്ഞു മുഹമ്മദിന് കേസില്ല, പക്ഷെ രാഹുൽ മാങ്കൂട്ടം കോടതി 3 കോടതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളക്കേസ് എടുപ്പിച്ച കള്ളപ്പരാതികൾ, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടാക്കിയ പരാതികൾ, ഈ 3 തള്ളിപ്പോയി. 3 തള്ളി. ഹൈക്കോടതി, സെഷൻസ് കോടതികളെ വളരെ കൃത്യമായി പറഞ്ഞു ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. പരസ്പര സമ്മതത്തോടെയുള്ള, ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധം മാത്രമാണ് നടന്നത്. ഒരു തരത്തിലുള്ള ഗർഭഛിദ്ര സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. കാരണം ഇവരുടെ ചാറ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷേ സഖാക്കന്മാര് സമ്മതിക്കില്ല, ദേശാഭിമാനി സമ്മതിക്കില്ല, കൈരളി TV സമ്മതിക്കില്ല, അപ്പം ഗോവിന്ദൻ സമ്മതിക്കില്ല, പിണറായി വിജയൻ സമ്മതിക്കില്ല, ഒരു സഖാക്കളും സമ്മതിക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം എവിടെയുണ്ടോ അപ്പോഴത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, രാഹുൽ മാങ്കൂട്ടം ഏതായാലും കോടതിയാണല്ലോ അവസാന വാക്ക്. കോടതി പറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടം കോടതി പറഞ്ഞതനുസരിച്ച് ഒരു പീഡനവും നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റുമായി, ക്ലീൻ ഇമേജുമായി നിൽക്കുന്നു. അപ്പോഴാണ് വേടനെ പറ്റി അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ. വേടൻ നിരപരാധിയാണെന്നോ വേടൻ പീഡിപ്പിച്ചിട്ടില്ല എന്നൊന്നൊരു കോടതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീ പീഡകനായ വേടനെ CPM-കാർ ലക്ഷങ്ങൾ കൊടുത്ത് പാടിപ്പിക്കുകയാണ്. എന്നിട്ട് പിണറായി വിജയൻ ഇടത്തെ കൈകൊണ്ട് കപ്പും പിടിച്ച് ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ അതിന്റെ മേലെ എഴുതി വെച്ച് ഞാൻ എന്തോ വലിയ സ്ത്രീ സംരക്ഷകനാണ്, ഇവിടെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനെ
പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രിസഭയിലാകെ സ്ത്രീ പീഡകരാണ്. ഇവരുടെയൊക്കെ പേരിൽ കുടുംബ കോടതിയിലാവട്ടെ മറ്റു കോടതികളിലാവട്ടെ നിരവധി കേസുകളുണ്ട്. PM മുഹമ്മദ് റിയാസ് ആവട്ടെ, ഗണേഷ് ആവട്ടെ, മുകേഷ് ആവട്ടെ, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ആവട്ടെ, ഇവരെല്ലാവരും സ്ത്രീ പീഡകരാണ് എന്നുള്ളത് പിന്നീട് നമ്മൾ സ്വപ്ന പറഞ്ഞ വേറെ കുറെ പേരുകളുണ്ട്, പറയാൻ തുടങ്ങിയാൽ തീരില്ല. ഐസക്കും ശ്രീരാമകൃഷ്ണനും കടകംപള്ളിയും തുടങ്ങി ഒരുപാട് വേറെയുമുണ്ട്. എന്തോ ഭാഗ്യത്തിന് അപ്പം ഗോവിന്ദന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല കേട്ടോ. പക്ഷെ അപ്പം ഗോവിന്ദൻ ഇവരുടെയൊക്കെ സംരക്ഷകരാണ് അപ്പം ഗോവിന്ദൻ. ആ അപ്പം ഗോവിന്ദനാണ് കണ്ണൂരിൽ വെച്ചിട്ടുള്ള CPM പരിപാടിക്ക് ലക്ഷങ്ങൾ കൊടുത്ത് ഈ പറയുന്ന സ്ത്രീ പീഡകനായ കഞ്ചാവോളിയായ വേടനെ കൊണ്ടുവന്ന് പാടിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേടന് കല്യാണാലോചന നടത്തുന്നു. ഈ മനുഷ്യനാണ് പ്രഖ്യാപിക്കുന്നത് വേടന്റെ കല്യാണം. വേടൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സഖാവ്, ഞങ്ങളുടെ പ്രിയ സഖാവ് കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് ജനസമക്ഷത്തോട് പറയുകയാണ്. നാളും തീയതിയും നിശ്ചയിച്ചത് ഗോവിന്ദനാണ്. സാധാരണ പാർട്ടി പൊട്ടിപ്പോകുമ്പോൾ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ പാർട്ടി മൂടോടെ ഒലിച്ചു പോയിട്ടും അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സഖാക്കന്മാർ കേരളത്തിൽ വന്ന് പൊറാട്ടടിക്കുകയാണ്. പാവം ഗോവിന്ദന് ഈ 2 മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ CPM ഇല്ലല്ലോ. 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ CPM പൊടി പോലും കാണില്ല. ഗോവിന്ദൻ അറിയാം. അപ്പം പിന്നെ ഗോവിന്ദന് പണി വേണ്ടേ? ഗോവിന്ദന് പൊറാട്ടടിക്കാൻ പോകാൻ വയ്യ, വയസ്സായില്ലേ? ഗോവിന്ദന് പൊറാട്ടടിക്കാൻ പോകാൻ വയ്യ. അതുകൊണ്ട് ഗോവിന്ദൻ കല്യാണ ബ്രോക്കർ ആവുന്നു. സഖാക്കന്മാർക്കൊക്കെ ഇനി കല്യാണം ആലോചിക്കാൻ ഗോവിന്ദൻ വരും. കാരണം അതിന്റെ തുടക്കമാണ് ഗോവിന്ദൻ ഒരു കല്യാണ ബ്രോക്കർ എന്ന് പറയുന്ന ഒരു സംഭവം ഗോവിന്ദൻ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം വേടനാണ്. വേടന്റെ കല്യാണം സഖാവ് ഗോവിന്ദൻ ഉറപ്പിച്ചു. അത് പബ്ലിക്കിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കല്യാണം കഴിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വേടൻ. ഇത് കേട്ട സ്ത്രീകൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ. പണ്ടാറെങ്കിലും കല്യാണം കഴിച്ചു പോയാൽ തന്നെങ്കിലും കുറെ സ്ത്രീകൾ ഇനിയും രക്ഷപ്പെടുമല്ലോ എന്ന്. അപ്പോഴും എന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രമുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഇത് സംബന്ധിച്ച് ഓൺലൈനിൽ വന്ന ഒരു പോസ്റ്റാണ്. വേടന്റെ വിവാഹ വാർത്ത ലോകത്തെ അറിയിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എഴുത്തുകാരിയായ നവമി ലതയാണ് വധുവെന്നും ഫെബ്രുവരി 24 തൃശൂരിൽ വെച്ചാണ് വിവാഹമെന്നും ഗോവിന്ദൻ വെളിപ്പെടുത്തി. കണ്ണൂർ ധർമ്മശാലയിൽ സർക്കാർ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് MV ഗോവിന്ദൻ വിവാഹകാര്യം ആദ്യം പരസ്യപ്പെടുത്തിയത്. പിന്നീട് രജിസ്റ്റർ വിവാഹം ചെയ്യാനാണ് തീരുമാനമെന്നും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നും വേടൻ പറഞ്ഞു. വേടനെ പൊന്നാടയണിയിച്ചാണ് MV ഗോവിന്ദൻ ആദരിച്ചത്. അതാണൊരു കാര്യം. ഈ വേടനെ പൊന്നാടയണിയിച്ചു. ഞാൻ ഓർത്തു പോകുന്നത് പണ്ട് VSA, അതായത് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാറിനെതിരെ ഒരു ലൈംഗിക അപവാദ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ കേസ് ഉണ്ടായപ്പോ എന്തൊരു ഓണാഘോഷ പരിപാടി കേട്ടാം ജഗതി ശ്രീകുമാർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിലേക്ക് VS ആയിരുന്നു അവിടുത്തെ മുഖ്യാതിഥി. പക്ഷേ VS വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? സ്ത്രീ പീഡന പരാതിയുള്ള ജഗതി ശ്രീകുമാറിനോടൊപ്പം താൻ വേദി പങ്കിടില്ല എന്ന് പറയുന്ന ആദർശശുദ്ധിയുള്ള നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ഗോവിന്ദനോ, അപ്പം ഗോവിന്ദനോ 2 സ്ത്രീ പീഡന കേസുകൾ, കഞ്ചാവോളി അതിന്റെ കേസ്, പോലീസിലെത്താത്ത ഒരുപാട് സ്ത്രീ പീഡന കേസുകൾ. അങ്ങനെയുള്ള വേടനെ പൊന്നാടടിയിക്കുന്നു. ഇയാൾ എന്താ പറയാ? ഇയാളാണ് പാർട്ടി സെക്രട്ടറി. സ്ത്രീ പീഡകനെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച 1ാം പരാതിക്കാരി. ആ പരാതിയാണ് അട്ടപടലം പൊട്ടിപ്പോയത്. കാരണം ഒരു തരത്തിലുള്ള പീഡനവും നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള നിർബന്ധിത ഗർഭഛിദ്രവും നടത്തിയിട്ടില്ല എന്ന് കോടതി പറയുമ്പോ ആ പരാതിക്കാരി അവസാനം പരാതിക്കാരിയുടെ ഭർത്താവിനെ ഇറക്കിയിട്ടാണ് പങ്കളി. ആ പരാതിക്കാരിയാണ് എന്തോ ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടപ്പോ അതിന്റെ കൂടെയാണ് ആ പ്രശസ്തമായ വാക്യം ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് കപ്പിൽ എഴുതിയിട്ട് ആ കപ്പ് കുടിച്ചിട്ട് ആ കപ്പില് എന്തോ ചായയോ വെള്ളോ എന്തോ ഒന്ന് കുടിച്ചിട്ട് അത് ഫോട്ടോ എടുപ്പിച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടുകൊണ്ട് താൻ ഏറ്റവും വലിയ സ്ത്രീ സംരക്ഷകനാണ് എന്ന് പിണറായി വിജയൻ അഭിനയിക്കുമ്പോൾ അപ്പം ഗോവിന്ദൻ CPM ഒരു സമ്മേളന വേദിയിൽ ഏറ്റവും വലിയ സ്ത്രീ പീഡകനെ പൊന്നാടയണിയിക്കുന്നു. അങ്ങനെ ഒരു നാട്. എന്റെ അന്തം കമ്മികളെ, ഉളുപ്പുണ്ടെങ്കിൽ, ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത്, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോടോ ഈ പാർട്ടിയിൽ നിന്ന്. എന്തിന് സ്ത്രീ പീഡകന്മാരെ പൊന്നാടയണിക്കുന്ന പാർട്ടി സെക്രട്ടറിയോ? സ്ത്രീ പീഡകന്മാരെ പൊന്നാടയണിക്കുന്ന പാർട്ടി സെക്രട്ടറി എവിടെയും കേട്ടിരുന്നു? അത് കഴിഞ്ഞിട്ട് ഈ കല്യാണാലോചന, കല്യാണ പ്രഖ്യാപനം അല്ലേ? അപ്പോ അങ്ങനെയാണ്
അങ്ങനെ വേടനെ പൊന്നാടയണിയിച്ചാണ് എം വി ഗോവിന്ദൻ ആദരിച്ചത്. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വീകരിക്കാൻ വേടൻ എത്തിയപ്പോഴും നവമി ലത ഒപ്പമുണ്ടായിരുന്നു എന്ന് ഈ പോസ്റ്റിൽ പറയുന്നു കേട്ടോ. നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ വേടനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയ ഒരു പെൺകുട്ടിയുടെ കഥന കഥ നിങ്ങൾക്ക് ഓൺലൈനിൽ വായിക്കാം കേട്ടോ. കേരളീയം ഓൺലൈൻ വീക്ക്ലി. എന്നോട് ചെയ്ത വയലൻസുകൾ ഏറ്റുപറഞ്ഞ് വേടൻ മാപ്പ് പറയണമെന്ന് ഒരു അതിജീവിത പറയാണ്. കാരണം കേസ് നടത്താനൊന്നും വയ്യ, കേസിന്റെ പിന്നാലെ പോകാൻ അതിനുള്ള സപ്പോർട്ട് ആരും തരുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് നടത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. CPM-ന്റെ മുഴുവൻ മെഷീനറി ഉണ്ട്. CPM-ന്റെ മുഴുവൻ മെഷീനറി നിങ്ങൾക്കറിയാലോ. ഈ ഒന്നാം പരാതിക്കാരി ഉണ്ടല്ലോ, ഒന്നാം പരാതിക്കാരി സുപ്രീം കോടതി വരെ പോയി. എന്താണെന്നറിയോ? നമ്മുടെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്താ പറയാ, ദീപ ജോസഫ് ഈ പരാതിക്കാരിക്കെതിരെ എന്തോ ഒരു അപവാദ പ്രചരണമൊക്കെ നടത്തി എന്ന പേരിൽ ഇവിടെ ഒരു ഹൈക്കോടതി കേസെടുത്തപ്പോൾ അത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് ദീപ ജോസഫ് സുപ്രീം കോടതി പോയപ്പോ ആ കേസിൽ തന്നെ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരി സുപ്രീം കോടതി വരെ എത്തി. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളിക്കുന്നവര് യഥാർത്ഥ പീഡനക്കാരികളല്ല, നമുക്കൊക്കെ അറിയാം. ഇതിന്റെ പിന്നിൽ CPM ലക്ഷങ്ങൾ കോടികളാണോ നമുക്കറിയില്ല കേട്ടോ. ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കോൺഗ്രസിനെ തകർക്കണം. കോൺഗ്രസിനെ തകർക്കാൻ എന്ത് ചെയ്യണം? കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസിലെ പ്രസരിപ്പുള്ള ഊർജ്ജസ്വലനായ ഒരു നേതാവിനെ എന്ത് ചെയ്യണം? തകർക്കണം. പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയോ പിണറായി വിജയ എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച, ചങ്കുറ്റം കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തെ തളയ്ക്കണം പെണ്ണ് കേസിൽ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ലക്ഷങ്ങൾ ചെലവാക്കുന്നത് അല്ലേ? പക്ഷെ ഈ അതിജീവിതക്ക്, തൃശ്ശൂരിലുള്ള ഈ അതിജീവിതക്ക് അതിനുള്ള ബാക്ക് സപ്പോർട്ട് ആരുമില്ല. വേടന്റെ അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ പെൺകുട്ടി കേരളീയത്തിലെ റിപ്പോർട്ടറോട്, ലേഖികയോട് തന്റെ കഥന പറയുന്ന ആ വിവരണം ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും. ആരതിയമ്മാർ എന്ന ലേഖികയോടാണ് പറയുന്നത്. അതിങ്ങനെയാണ് കേട്ടോ. കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസിലെ പ്രതിയായ റാപ്പർ ഹിരൺദാസ് മുരളി, അങ്ങനെയാണ് ഇവന്റെ പേര്, ഹിരൺദാസ് മുരളിക്ക് നേരെ ഉയർന്ന മീടു കേസുകൾ വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിട്ട അതിജീവിത കേരളീയം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആരതി എമ്മാറിനോട് സംസാരിക്കുന്നു എന്നാണ് കേരളീയത്തിന്റെ ഈ പോസ്റ്റിൽ പറയുന്നത്, ഈ വാർത്തയിൽ പറയുന്നത്. ദാരിദ്ര്യരേഖക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന എനിക്ക് ഹിരൺദാസിനെതിരെ കേസിന് പോവാനോ സംഭവിച്ചത് എന്ത് എന്ന് തുറന്നു പറയാനോ ഉള്ള സാമൂഹിക സാഹചര്യങ്ങൾ പോലുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പാവപ്പെട്ട അതിജീവിതയാണ് കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കപ്പ് പിടിക്കില്ല. കാരണം ഈ അതിജീവിത പാവപ്പെട്ടവളാണ്. മാത്രവുമല്ല, ഈ അതിജീവിതയെ പീഡിപ്പിച്ചതാരാണ്? വേടനാണ്. വേടനാരാണ്? വേടൻ നമ്മളാളാണ്, നമ്മളെ സഖാവാടോ. വേടനെ കുട്ടികൾ പഠിക്കട്ടെ. വേടൻ എങ്ങനെയാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. വേടൻ എങ്ങനെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. ഇതിനു വേണ്ടിയിട്ട് വേടന്റെ ജീവിതമല്ല, വേടന്റെ കവിത പാഠപുസ്തകങ്ങളിൽ ചേർക്കാൻ വേണ്ടി പോവുകയാണത്രേ. നോക്കണം നിങ്ങൾ, ഒരു നാടിനെ നശിപ്പിക്കുന്നതല്ലേ. അപ്പൊ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ദാരിദ്ര്യരേഖക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന എനിക്ക് ഹിരൺദാസിനെതിരെ കേസിന് പോവാനോ സംഭവിച്ചത് എന്ത് എന്ന് തുറന്നു പറയാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ പോലുമില്ല ഈ പെൺകുട്ടിക്ക്. 2021 മറ്റ് അതിജീവിതകൾ മീടു പോസ്റ്റ് ഇടാൻ മുന്നോട്ട് വന്നപ്പോൾ പോലും എന്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദന, അതിന്റെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു. അന്ന് ഹിരൺദാസിനെതിരെ പറഞ്ഞതിൽ നിന്നും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഹിരൺദാസിനുള്ള കൾച്ചറൽ ക്യാപിറ്റൽ എന്നെ പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്ന് നിൽക്കാൻ പോലും പേടിപ്പെടുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഹിരൺദാസ് എന്ന് പറയുന്ന കഞ്ചാവോളിക്കെതിരെ, ഹിരൺദാസ് എന്ന് പറയുന്ന ലഹരി മാഫിയക്കാരനെതിരെ, ഹിരൺദാസ് എന്ന് പറയുന്ന സ്ത്രീ പീഡകനെതിരെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം അയാൾ വലിയവനാണ്. അയാൾക്ക് CPM-ന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അയാൾ ഇന്ന് കേരളത്തിലെ മഹാനാണ്, കേരളത്തിലെ എഴുത്തുകാരനാണ്, കേരളത്തിലെ കവിയാണ്.
ഈ പെൺകുട്ടി പേടിച്ചുപോയി അല്ലേ? ഈ പെൺകുട്ടിക്ക് പൊതുസമൂഹത്തോട് പറയാൻ, ഈ പെൺകുട്ടി എങ്ങാനും വന്ന് വേടൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ പെൺകുട്ടിയെ കല്ലെടുത്ത് ഓടിക്കും. വേടൻ, ഞങ്ങളുടെ വേടൻ നിന്നെ പീഡിപ്പിച്ചാൽ നീ ഇങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ? വേടൻ ഇനിയും പീഡിപ്പിക്കും. വേടൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ആളാണ്. പീഡിപ്പിച്ച് 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 ഈ നാട്ടിൽ വിപ്ലവം വരുത്തുന്ന ആളാണ് വേടൻ എന്നൊക്കെ ഇവർ പറഞ്ഞു പറയും ഇവര്. അതാണല്ലോ ഗോവിന്ദ മാഷ് ചെയ്തത്. ഗോവിന്ദ മാഷ് വേടനെ പൊന്നാടി അടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേടാ പോയി ബലാത്സംഗം ചെയ്യണോ മോനെ, ഞാനുണ്ടടാ നിനക്ക് എന്ന് ഗോവിന്ദൻ പറയുകയാണ്. നീ ബലാത്സംഗം ചെയ്തു വാടാ, ഞാൻ നിന്നെ ഇനിയും പൊന്നാട എണീക്കാം, നിനക്ക് ഇനിയും ലക്ഷങ്ങൾ തന്നുകൊണ്ട് നിന്റെ ഗാനങ്ങൾ അവതരിപ്പിക്കാം, നിന്റെ റാപ്പ് അവതരിപ്പിക്കാം, അടുത്ത തവണയും നിനക്ക് ഏറ്റവും മികച്ച സംഗീത രചയിതാവിനുള്ള അവാർഡ് തരാം, പോയി പീഡിപ്പിക്കടാ എന്ന് ഗോവിന്ദൻ പറയുകയാണ്. ജനലക്ഷങ്ങളുടെ മുന്നിൽ നിന്നാണ് പൊന്നാട എണീക്കുന്നത്. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. 24 വൈകാണ്ടേ ഗോവിന്ദൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് പാവം പെൺകുട്ടി പറയുന്നത്, വേടനെതിരെ ഒന്ന് നിൽക്കാൻ പോലുമുള്ള സാമൂഹികമായ ഒരു ധൈര്യം എനിക്കില്ല. ഞങ്ങളെ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലിലെണ്ണാവുന്ന കുറച്ചു പേരുണ്ട്. ഞങ്ങൾക്ക് മുഖവും പേരുമില്ലാത്തതിനാൽ ഒരു പരിധിക്കപ്പുറം അവരും നിസ്സഹായരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഞങ്ങളോട് മാപ്പ് പറഞ്ഞതല്ലേ? ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയല്ലോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ചോദ്യങ്ങളുമായി എത്തുന്ന സ്ത്രീപക്ഷവാദി എന്ന് സ്വയം പറയുന്നവർ യഥാർത്ഥത്തിൽ ആ ആശയത്തെ, അതിന്റെ സത്തയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇടപെടുന്നത്. കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വരുന്നത് എന്ന സംശയവും എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷവാദികൾ പോലും വേടൻ പീഡിപ്പിച്ച ഈ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്നില്ല. ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല. ഒരു മാപ്പ് പോലും ചോദിച്ചിട്ടില്ല പീഡിപ്പിച്ചതിന്. ബന്ധത്തിലുണ്ടാവുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കണോ, അവനത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ല മാപ്പ്, വേറെ ആരോടോ പറഞ്ഞു, ഞാൻ എന്താ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഖേദമുണ്ട് എന്നോ മറ്റോ പറഞ്ഞത്രേ. അപ്പോൾ ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ പറയുന്നു, ആ വേടനല്ലേ, വേടൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. കാരണം ഫെമിനിസ്റ്റുകൾ വേടന്റെ ഒപ്പമാണ്. കാരണം CPM വേടനൊപ്പമാണെങ്കിൽ CPMന്റെ അന്തം കമ്മികളായ ഫെമിനിസ്റ്റുകളും വേടനൊപ്പമാണ്. വേടന് പീഡിപ്പിക്കാം. അപ്പോൾ ഈ പെൺകുട്ടിക്കൊപ്പം ഫെമിനിസ്റ്റുകൾ പോലുമില്ല. അങ്ങനെ പുരുഷന് വേണ്ടി മാത്രം ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത്. അവനുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക, ഇയാൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ കഴിവിനെ തള്ളിപ്പറയരുതെന്ന് നിരന്തരം ഉപദേശങ്ങൾ നേരിടേണ്ടി വരിക. ഈ പെൺകുട്ടിയോട് പറയാണ്, നീ അങ്ങനെ ചെയ്യരുത്, അവൻ വലിയ കഴിവുള്ളവനാണ്, വേടൻ കഴിവുള്ളവനാണ്. എന്തിന് കഴിവ്? പീഡിപ്പിക്കാൻ. വേടന് ഇഷ്ടം പോലെ അവന്റെ കായിക ശക്തിയിലെ അവൻ 100 പെണ്ണുങ്ങളെ 100 പുഷ്പങ്ങൾ വിരിയട്ടെ എന്നൊക്കെയാണ് പണ്ട് സഖാക്കൾ പറഞ്ഞത്. ഇപ്പോഴല്ല, വേടൻ 100 പെണ്ണുങ്ങളെ പീഡിപ്പിക്കട്ടെ, ഞങ്ങൾ വേടനോടൊപ്പമാണ്, ഞങ്ങൾ വേടനെ വീണ്ടും പൊന്നാട എണീക്കും, ഞങ്ങളല്ല ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പൊന്നാട എണീക്കും എന്നാണ് ഈ പെൺകുട്ടി പറയാതെ പറയുന്നത് കേട്ടോ. വേടന്റെ കൂട്ടുകാരോട് എന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും വേടന്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി അവൻ തന്നെ അവതരിപ്പിക്കുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറുപടിയായി ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്കും മറ്റൊരു വശമുണ്ട് എന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചതിനും അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കുന്ന പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും എനിക്ക് താല്പര്യമില്ല, എനിക്ക് കഴിയുകയില്ല എന്ന് പലകുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പെൺകുട്ടി പറയാണ്, വേടൻ തന്നെ ബലാത്സംഗം ചെയ്തത് തന്നോടുള്ള പക തീർക്കാനാണ്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് കാമപൂർത്തീകരണത്തിനല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. വേടൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് ആ പെൺകുട്ടിയോടുള്ള വിരോധം തീർക്കാൻ. എന്തിന്? വേടന്റെ അമ്മയെ തെറി പറയാം. വേടന്റെ അമ്മയെ തെറി പറയുമ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, അങ്ങനെ പറയരുത്, അവർക്ക് മറ്റൊരു വശമുണ്ട്, അവർക്ക് നല്ലൊരു വശമുണ്ട് എന്ന് പെൺകുട്ടി പറയുമ്പോൾ പെൺകുട്ടിയോട് ദേഷ്യം തീർക്കാൻ അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് വേടൻ. എന്നിട്ട് അവൾക്ക് നടക്കാൻ പറ്റാതായത്രേ. ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് നടക്കാനാവാതെ പോയ പെൺകുട്ടിയുടെ, നിങ്ങൾ ആലോചിക്കണം ആ ഒരു ട്രോമ കേട്ടോ. മാനസികമായ ട്രോമയല്ല ഇത്, ശാരീരികമായ അവശത. അത് കഴിഞ്ഞിട്ട് എന്റെ ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തു എന്ന് സുഹൃത്ത് വട്ടങ്ങളിൽ ആണഹന്തയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരാളെ ഏത് തരത്തിൽ കാണാമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരരുത്. അത് കഴിഞ്ഞിട്ട് വേടൻ പോയിട്ട് വേടന്റെ സുഹൃത്ത് സദസ്സുകളിൽ പറയുകയാണ്, ഞാൻ അവളെ ഞൊണ്ടി നടക്കുന്ന പരുവത്തിലാക്കിയടാ, ഞാൻ അവളെ
ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന പരുവത്തിലാക്കി. എങ്ങനെ? അങ്ങനെ തന്നെ. അമ്മാതിരി ക്രൂരനാണ്, അമ്മാതിരി ക്രൂരനായ പെൺവേട്ടക്കാരനാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ, മറ്റേ പൊന്നാട് താർത്തി കൊടുത്ത പൊന്നുമോൻ. കേട്ടോ, എങ്ങനെയുടെ അന്തം കമ്മികളെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനാണ്, മറ്റേ എന്താ പറയാ CPM-കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? സ്ത്രീ പീഡകനെ പൊന്നാട് ചാർത്തുന്ന പാർട്ടി സെക്രട്ടറി, ഇയാളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറി. വേടൻ അന്നത്തെ പ്രശ്നത്തിന് ശേഷം മാറിയല്ലോ എന്ന് ചോദിക്കുന്നവരോട് കഴിഞ്ഞ മാസവും താനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ വ്യക്തിയോട് വളരെ മോശമായി ഇവൻ പെരുമാറിയതായും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതായും വളരെ ക്യൂർ പ്രോബ്ലം കമന്റ്സ് പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും എത്ര സ്ത്രീകൾ ഇതുപോലെ നേരിടേണ്ടി വരുമെന്ന് അറിയില്ല. ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നത് അവൻ പറയുന്ന രാഷ്ട്രീയവും കലയും നൽകുന്ന അധികാരവും ആരാധക വൃന്ദവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടി പറയാണ്, അതിനുശേഷവും വേടൻ നിരവധി സ്ത്രീകളെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചു. ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നത് അവന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ബലം കൊണ്ടാണ് എന്ന് ഈ പെൺകുട്ടി പറയുകയാണ്. കേട്ടോ, ഏതാ രാഷ്ട്രീയ ബലം? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ ബലം. മനസ്സിലായില്ലേ? അപ്പൊ CPM എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീ പീഡകന്മാരെ, അല്ലെ, സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന, സ്ത്രീ പീഡകന്മാരോടൊപ്പം നിൽക്കുന്ന PT കുഞ്ഞുമുഹമ്മദ് ആവട്ടെ, വേടനാവട്ടെ, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന CPM. ഈ CPM ആണ് മൂന്നാം വട്ടവും വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ച് വരേണ്ടത്. സ്ത്രീകൾ ചൂലല്ല എടുക്കുക, ചൂലല്ല ചമ്മട്ടിയായിരിക്കും എടുക്കുക. കേട്ടോ, ചൂലിന് പകരം ചമ്മട്ടിയെടുത്ത് നിറും തലക്കായിരിക്കും അടിക്കുക. കേട്ടോ, ഇത്രയ്ക്കും നാണം കെട്ടവർ, ഇത്രയ്ക്കും ക്രൂരന്മാർ, ഇത്രയ്ക്കും നെറികെട്ടവന്മാർ ഈ ലോകത്ത് വേറെയുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആവേശം കൊള്ളുന്നു എന്ന് പലരും ചോദിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ ഞാനെന്താ ചിരിച്ചുകൊണ്ട് പറയണം? വേണം. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ നീറിപ്പടയുന്ന പെൺകുട്ടിയുടെ ചിത്രമാണ്. കേട്ടോ, ഞൊണ്ടി നടക്കേണ്ടി വന്ന പെൺകുട്ടി കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. പക തീർക്കാൻ വേണ്ടി ബലാത്സംഗം ചെയ്യുക. കേട്ടിട്ടുണ്ടോ? പക തീർക്കാൻ, ഒരു പെണ്ണിനോടുള്ള പക തീർക്കാൻ അവളെ ബലാത്സംഗം ചെയ്തിട്ട് കരുത്തനാണ് വേടൻ, കരുത്തനാണ്. ശ്രീമതി ടീച്ചറുടെ യന്ത്രമൊക്കെ കൊണ്ടുപോയാൽ യന്ത്രം പൊട്ടിപ്പോകും. അമ്മാതിരി കരുത്തുള്ള വേടൻ ആ പെൺകുട്ടിയെ ഓർക്കാൻ വയ്യ. പക്ഷെ മിണ്ടരുത്. വേടൻ മഹാനാണ്, ഗായകനാണ്, കവിയാണ്, സ്ത്രീ പീഡകനാണ്, കഞ്ചാവോളിയാണ്. അല്ലേ? ശശികല ടീച്ചർ വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചപ്പോൾ ശശികല ടീച്ചറെ എന്ത് ചെയ്യാണു? തെറി പറയുകയായിരുന്നു. ഞങ്ങളെ വേടനെ കഞ്ചാവോളി എന്ന് വിളിക്കാൻ പറ്റില്ല, വേടൻ മഹാനാണ്. വേടന്റെ ചിത്രം വാങ്ങിയിട്ട് ഇങ്ങനെ പാർട്ടി ഓഫീസിൽ വെക്കണം. കേട്ടോ, താടിക്കാരുടെ കൂടെ, കുറെ താടിക്കാരുടെ കൂടെ താടിയില്ലാത്ത വേടന്റെ ചിത്രവും വെച്ചാൽ ഗംഭീരമാകും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പാർട്ടി സെക്രട്ടറിയുടെ ഒരു നിലവാരത്തിലേക്ക് ഒരിക്കലും വന്നിട്ടില്ലാത്ത ഒരു കളിമാഷ്, ഒരു എന്താ പറയാ, അത്രക്കൊന്നും ബുദ്ധിയില്ലാത്ത, ഒരു സാധാരണയിൽ നിന്നും താഴ്ന്ന IQ-യും EQ-യും ഒക്കെയുള്ള ഒരു സാധാ കളിമാഷ്, അത്രയേ ഉള്ളൂ. ഏറ്റവും പുതുതായിട്ട് ഗോവിന്ദന്റെ ഒരു പൊട്ടത്തരം. ഗോവിന്ദൻ ഇപ്പോൾ കുറെ കാലമായിട്ട് ഗോവിന്ദൻ വായ തുറക്കുന്ന മുഴുവനും പൊട്ടത്തരങ്ങൾ പറയാനാണ്, വിഡ്ഢിത്തരങ്ങൾ പറയാനാണ്. ഇയാളുടെ വിചാരം ഇയാൾ വരെ സൈദ്ധാന്തികനാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ. EMS-ന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സൈദ്ധാന്തികനാണ്, CPM കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനാണ് താനെന്ന് ആണ് ഗോവിന്ദന്റെ വിചാരം. പൊട്ടന്മാർക്ക് സാധാരണ അങ്ങനെയാണല്ലോ, അതായത് ആകെ തനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇയാൾ ചെയ്ത ഏറ്റവും വലിയ ഇയാളുടെ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയ മഹാകാര്യമാണ്. അതായത് വേടൻ, അറിയാലോ, വേടൻ എന്ന് പറയുന്ന പീഡന വീരൻ. വേടൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? വേടൻ എന്താ പറയാ, റാപ്പ് സംഗീതത്തിന്റെ ഉപജ്ഞാതാവാണ് എന്നൊക്കെ, അത് വേറെ കാര്യം. വേടൻ എന്ന് പറയുന്നത് 3 സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഇതിൽ 2 കേസുകളിൽ പോലീസ് കേസെടുത്ത് മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആളാണ് വേടൻ. അപ്പം കേരളത്തിലെ 1-ാം നമ്പർ പീഡന വീരൻ. വേടന്റെ താമസ സ്ഥലത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. അപ്പൊ ലഹരിക്കേസിലും പിടിയിലായ ആളാണ്
വേടൻ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അകറ്റി നിർത്തേണ്ടുന്ന, ഒരു തരത്തിലും നമ്മുടെ കേരളീയ സമൂഹത്തോട് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ ഒരു തരത്തിലുള്ള ധാർമ്മികമായ അവകാശവുമില്ലാത്ത ആളാണ് വേടൻ എന്ന് പറയുന്ന ആ മുതൽ. ഇയാൾ എന്തോ സ്റ്റേജിൽ കയറിങ്ങാണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ പുതുതലമുറ ഇതിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു. അങ്ങനെയാണ് ഇയാൾ എന്തോ റേപ്പിസ്റ്റ് ആണ്, റാപ്പിസ്റ്റ് അല്ല. അയാൾ റാപ്പ് സംഗീതം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇയാളെ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ വരികളൊക്കെ എഴുതിയപ്പോൾ ഇയാളെ എന്താ പറയാ അഖില ലോക കവിയായി നമ്മുടെ സർക്കാർ അംഗീകരിച്ചു. കേരള സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും മികച്ച ഗാനരചയിതാവ് നമ്മുടെ വയലാറ് ഭാസ്കരൻ മാഷ് അല്ലെ, ഭാസ്കരൻ മാഷും വയലാറും യൂസഫ് അലി കേച്ചേരിയും ഗിരീഷ് പുത്തഞ്ചേരിയും ഒക്കെയുള്ള ഒരു വലിയ നമ്മുടെയൊക്കെ എന്താ പറയാ അഭിമാനപൂരിതമാകുന്ന ചലച്ചിത്ര ഗാനരചയിതാക്കളുള്ള നാടാണ് കേരളം അല്ലേ. കൈതപ്രത്തിന്റെ പേരൊക്കെ ഞാൻ വിട്ടുപോയി. ഇപ്രാവശ്യത്തെ അവാർഡ് വന്നപ്പോൾ വേടന്റെ എന്തോ ചില അൽക്കുത്ത് പാട്ടിന് അവാർഡും കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വേടൻ എന്ന് പറയുന്ന സ്ത്രീ പീഡകൻ, വേടൻ എന്ന് പറയുന്ന കഞ്ചാവോളി, വേടൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഗുണവുമില്ലാത്ത നിർഗുണ പരബ്രഹ്മമായ ഈ വേടൻ കല്യാണം കഴിക്കാൻ പോവുകയാണത്രേ. അതാണ് പുതിയ വാർത്ത. വേടൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഏതായാലും വേടൻ നല്ലൊരു കാര്യം ചെയ്തു കേട്ടോ. വേടൻ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് നല്ല വെളുത്ത നിറമുള്ള പെണ്ണാണ്. കറുപ്പും വെളുപ്പിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ വേടൻ കറുപ്പിന്റെ പക്ഷത്താണ്. കറുപ്പ് നിറക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറുപ്പിന്റെ പക്ഷം ചേർന്നുകൊണ്ടോ കറുപ്പിന് വേണ്ടി പാടുന്ന വേടനാണ് കേട്ടോ. പക്ഷെ വേടനെ കെട്ടാൻ വെളുത്ത പെണ്ണ് മതി. അത് പോട്ടെ, അത് വേറൊരു കാര്യം. അപ്പോൾ നവമി ലത എന്ന് പേരായ ഒരു എഴുത്തുകാരി എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് അവിടെ പരിചയമില്ല. നവമി ലത എന്ന് പറയുന്ന എഴുത്തുകാരിയെ വേടൻ കല്യാണം കഴിക്കാൻ പോകുന്നു. വേടൻ കല്യാണം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കേരളീയ സമൂഹത്തിന് ഒരു തരത്തിലും ഒരു പ്രാധാന്യമുള്ള വിഷയമല്ല. ഇനി കല്യാണം കഴിച്ചാൽ തന്നെയെങ്കിലും ഇയാളുടെ ഈ പെണ്ണുങ്ങളോടുള്ള പരാക്രമത്തിന് ഒരു അയവുണ്ടാവും നമുക്ക് വിചാരിക്കാം അല്ലേ. അങ്ങനെ തന്നെ ഇയാൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്നെങ്കിലും ആ പെണ്ണിന്റെ പിന്നാലെയാണ് ഇയാൾ കുറച്ചു കാലം തന്നെങ്കിലും പോവുക എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ എന്ത് സംഭവം എന്നറിയോ? ഇത് പ്രഖ്യാപിച്ചത് ആരാണെന്നറിയോ? CPM പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ് പാർട്ടിയുടെ ഒരു പരിപാടി. കാരണം പാർട്ടി പരിപാടിയിലാണ് വേടനെ കൊണ്ട് ഇപ്പൊ പാടിപ്പിക്കുന്നത്. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പൊ ആളുകളെ കിട്ടുന്നില്ല.